ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖം തന്നെ. ഞാൻ ഒരു തോരൻ ഉണ്ടാക്കും, ഒരു സ്പെഷ്യൽ ഇല കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ അതിൻ്റെ ആ ഇല ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇല. ഇതിന് മാൻസ്യ എന്ന് പറയും. മാൻസ്യ എന്ന് പറഞ്ഞൊരു ഇലയാണ്. എനിക്ക് ഒരാൾ കൊണ്ട് തന്ന് ഒരു തൈയാണ്. ആ തൈ കണ്ട് നട്ട് ഇപ്പോൾ ഏകദേശം ഇത്രയായി. അപ്പോൾ ഇതിൻ്റെ തോരൻ വെക്കാൻ നല്ലതാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എന്തോ എന്തായാലും ഞാൻ പല പ്രാവശ്യം ഇത് നുള്ളി തോരൻ വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാം തരമാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഈ മാൻസ്യ എന്ന് പറഞ്ഞ ഇല എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇത് ഞാൻ പലവട്ടം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ തോരൻ, അതിൻ്റെ ഇലയാണിത്. ആ ഇല നമ്മുടെ ചീര ഇല ഉണ്ടായിരുന്നേ, അതും കൂടെ കുറച്ച് എടുത്താണ്. അപ്പോൾ നമുക്കിത് തോരൻ വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കാവേ. കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് കടുകിടാം. കുറച്ച് കടുകിടാം. പിന്നെ കുറച്ച് ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് ജീരകം. കുറച്ച് ഞാൻ ഏത് തോരൻ വെച്ചാലും ഞാൻ അരി ഇടും. അല്ല, ഇത് വെള്ള അരിയുടെയാണ്, ചുവന്ന അരിയുടെ ഇടാം, ഏത് വേണേലും ഇടാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരി അങ്ങോട്ട് പൊട്ടി ഇതാകുമ്പോൾ നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് എല്ലാം കണ്ടില്ല, അരി നല്ലപോലെ വറുത്ത് അരി പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി പച്ചമുളകുമാണ് ഇട്ടിരിക്കുന്നത്. ചതച്ച് പച്ചമുളക് കീറിയിട്ടിരിക്കുക. പെട്ടെന്നാകും ഇത് തോരനല്ലേ. ഇതൊന്ന് വഴണ്ടാൽ മതി. ഇത്തിരി ഉപ്പിടാമേ. ഈ തോരൻ നല്ലതാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേര് മാൻസ്യ എന്നാണ് പറയുന്നത്. മാൻസ്യ. ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അയ്യോ ഇതെന്തോ ഇലയാണ്. പക്ഷേ ഇത് നല്ലതാണ്. എനിക്ക് ഒരാൾ കൊണ്ട് തന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇതൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ഇലയൊന്ന് ഇടുകയാണേ. ചീരയില അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് തോരൻ വെച്ചാലും നല്ല. ഇത് തന്നെ തോരൻ വെച്ചാലും വല്ലപ്പോഴൊക്കെ നമ്മൾ ഇച്ചിരി ഇലയൊക്കെ കൂട്ടിയാൽ നമ്മളെ കണ്ണിനൊക്കെ കാഴ്ചകൾ കൂടും, എല്ലാം ഉണ്ടാകും അല്ലേ. ഇവിടെ ഞാൻ ചീര അത്യാവശ്യ കൃഷിയുണ്ട്. ചീരയുണ്ട്, പിന്നെ വഴുതനയുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്, ഇങ്ങനെ കുരുമുളകുണ്ട്, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവട്ടെ. ഓക്കെ, അപ്പം നമ്മൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ച് ഒന്ന് ചതച്ചതാണ്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടെ വേവിട്ട് കിടന്നേ. അപ്പം അതും കൂടെ ശരിയാവും. നമ്മൾ വെളുത്തുള്ളി വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. തേങ്ങായ ഇതിൻ്റെ ഈ ഒരു ആവിയിലുള്ള വെള്ളമാണ് വേവേണ്ടത്. ആവിയിൽ കൂടെ നമ്മൾ വഴറ്റിയെടുക്കണം. നമ്മളൊരു ശകലവും വെള്ളം ചേർക്കരുത്, അല്ലെങ്കിൽ ഇലത്തോരൻ ആരും ചേർക്കരുത്. ഇലയിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വേവട്ടെ. നമുക്ക് ആവി നോക്കട്ടെ. അപ്പോൾ നല്ല ഇതായിട്ട് കണ്ട കുഴഞ്ഞ് അതിൻ്റെ വെള്ളം ഓൾറെഡി ഉണ്ട് ഇതിനകത്ത്. നല്ല നമുക്കൊരു സ്വാദ് വ്യത്യാസം ഒന്നുമില്ല. സാധാരണ ചീരത്തോരൻ കൂട്ടുന്ന പോലെ ഉള്ളൂ. കുറച്ചുകൂടെ വേണ്ട. അതിനകത്ത് വെള്ളം ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ട. ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ. അപ്പം നമുക്ക് ഏകദേശം റെഡിയായേ. നമുക്കൊരു ശകലം കുരുമുളക് ചേർക്കാവേ.
ഒരു ശകലം കുരുമുളക് നല്ലതാണ്, നല്ല ടേസ്റ്റ് വരും. ശകലം കുരുമുളകും കൂടെ ചേർത്ത് അപ്പം കണ്ടില്ല, തോരൻ കണ്ടില്ലേ, പെട്ടെന്നായില്ലേ. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പ്, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ചതച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുണ്ട്, അത് നല്ലതാണ്. അതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നല്ലൊരു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്യണേ. ഈ ഇല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വലിയൊരു കമ്പുണ്ട്, അത് ഞാൻ ഇനിയും കാണിച്ചു തരാം. ഇതാണ് ഇല. ഞാൻ മുമ്പേ ഒരു ഇല കാണിച്ചില്ലേ, അപ്പോൾ തണ്ടോട് കൂടി കാണിക്കാം. ഇതിൻ്റെ കിളുന്ന ഇലയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. നല്ലൊരു ഇതാണ്. അപ്പം ഇതിൻ്റെ തോരനാണ് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം എൻ്റെ ഓൾറെഡി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് അറിയാമോ എന്നുള്ള ആർക്കെങ്കിലും ഈ ഇലയെക്കുറിച്ച് അറിയാമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത് ഇത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.